അപ്പൊ ഇന്നാണ് നമ്മുടെ ചിക്കന്റെ മനസ്സമ്മതം. നമ്മുടെ മനസ്സമ്മതത്തിന്റെ ദിവസത്തേക്ക് എല്ലാവർക്കും നിങ്ങളുടെ പ്രതിശ്രുതമായി സ്വീകരിക്കുവാൻ സമ്മതമാണ്. അളിയന്റെ മനസ്സമ്മത ദിവസമാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും എന്ത് പള്ളിയിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഗ്രേസ് കുട്ടി ഇവിടെ ഉണ്ട്, മിഡുദ എവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്. അതെ, സ്റ്റീവ് ഇവിടെ ഉണ്ട്. സ്റ്റീവ് ഇത്തിരി വാശിയിലായിരുന്നു, ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മണവാളച്ചക്കന് പോകാനുള്ള വണ്ടിയൊക്കെ ഇവിടെ റെഡി ആയി വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പോയാൽ മതി, എല്ലാവരും റെഡിയാണ്. വലിയ കുഴപ്പമില്ല, എൻ്റെ അത്ര അല്ല, എൻ്റെ അത്ര ഇല്ലെങ്കിലും കൊള്ളാം. ഒരു നോർമൽ ലുക്ക് അത്ര പറയാനുള്ളൂ. വീഡിയോഗ്രാഫേഴ്സ് ഒക്കെ എത്തി. അപ്പൊ നമ്മളെ പരിപാടി ആരംഭിക്കാൻ പോവാണ്. ഇനി ഉള്ളിൽ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ അങ്ങനെ 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 എടുത്ത് തുടങ്ങാൻ പോവാണ് മേളം. അത് കഴിഞ്ഞ് പെണ്ണിന്റെ അവിടെ പള്ളിയിലാണ് മനസ്സമ്മതം കഴിഞ്ഞ് അവിടെ തന്നെ ഭക്ഷണം. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വരും. അതിന് മുമ്പ് നമുക്ക് മണവാട്ടിയുടെ വീട്ടിലേക്ക് പോയി മണവാട്ടിനെ കൊണ്ടുവരുന്ന ഒരു പരിപാടി ഉണ്ട്. അതിന് നമ്മൾ രണ്ടുപേരും കൂടി പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം കാലത്തേക്ക് പോകാം. ചേച്ചി ഇത് എവിടെ ഇരിക്കണ്ട, ഇമ്മാര് അവിടെ ഇരിക്കുന്നു. ഇമ്മാനും അങ്ങോട്ട് തിളങ്ങണ കിടന്നു, സ്വർണ്ണം തിളക്കം. ഇവിടെ ഫോട്ടോഷൂട്ട് ഓരോ ഫാമിലിനെ വെച്ച് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. ജിതിന് ഒരു ഹായ് ഒക്കെ പറ. സോനയ്ക്ക് മൈൻഡ് ഇല്ല ക്യാമറയുടെ മുന്നിൽ. സൂര്യ പിന്നെ ക്യാമറ കണ്ടിട്ടേ ഇല്ല. നീ കണ്ടില്ലായിരുന്നു? ആരും കണ്ടിട്ടില്ല ഇവിടെ. അതെ, ആരും കാണുന്നില്ല ക്യാമറ. നമ്മുടെ ചേട്ടന്മാരോടെ വീഡിയോ എടുക്കുന്നു. ജാസ്മിയുടെ समझा ഇവിടെ ഫോട്ടോഷൂട്ടിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു ചെറുതായിട്ട് വാശി പിടിക്കുന്നുണ്ട്. ജാസ്മി വന്നിട്ടുണ്ട് കേട്ടോ. ജാസ്മിനെ കാണിച്ചോ എനിക്ക് അറിയില്ല. അത് ഇറങ്ങേണ്ട സമയം ആവാറായിട്ടോ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇവർ ചെയ്യുവാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ ഇനി ആർക്കും സ്തുതി കൊടുക്കാനുള്ള അടുത്ത ആൾക്കാർ വന്ന് സ്തുതി പഠിക്കാനുള്ളവർ വന്നേ. ഓക്കെ, അടുത്ത ആൾക്കാർ പറയും.
അപ്പോൾ എല്ലാവരും ദേ ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കണേ. നമ്മുടെ വണ്ടീനെ അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വളയ്ക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് നീക്കിയിട്ടതാണ്. ഇനി പോക്കാത്തേക്ക് കയറണ്ടാവും. അപ്പൊ ഇനി നേരെ പള്ളിയില്. ആ വരോ അവൻ ഫ്രണ്ടിലല്ലേ ഇരുന്നേ, അപ്പൊ അവൾ ഫ്രണ്ടിൽ തന്നെ. ബാ ബാ. അപ്പൊ നമ്മുടെ ഈ പള്ളിയിൽ വെച്ചിട്ടുണ്ടാവും മനസ്സമ്മതം നടക്കാൻ പോണത്. അവിടെ എന്താ കുർബാന നടക്കാണ്, അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളുടെ മനസ്സമ്മതം. ഇവിടെ തന്നെയാണ് ഹോള്. നീ ഉള്ളി കയറിക്കടാ, വേർക്കണ്ട. അപ്പൊ ഞങ്ങൾ ഇനി റോസ്മേരിനെ എടുക്കാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വീട് പിന്നിലുണ്ട്. നാത്തൂൻ അളിയനും കൂടി നമ്മുടെ അനീഷേന്റെ കൂടെയാണ് നമ്മുടെ യാത്ര. അവിടുന്ന് ട്രാവലറുകൾ തന്നെയുണ്ട്. അപ്പൊ നമ്മള് റോസ്മേരിയുടെ വീടെത്തി. അപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങനെ റോസ്മേരിയുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി. വീടിനൊന്നും പറയാനില്ലേടി? ഇവിടെ എല്ലാവരും ഇറങ്ങാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കണ്ടോ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുകൾക്ക് സമാധാനം. അവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും അവൾ ആമേൻ എന്ന് ഉത്തരം പറഞ്ഞു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയുടെ നന്മയെ ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അതിൽ വേണ്ടവയെല്ലാം സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ റോസ്മേരിനെ എടുത്ത് നേരെ പള്ളിയിലേക്ക് പോവാണ്. പള്ളിയിൽ അവിടെ ആൽഫ്രഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ റോസ്മേരിയുടെ വീട്ടുകാരൊക്കെ പിന്നാലെ വണ്ടികളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് കാണാൻ പറ്റണ്ടോ അറിയില്ല. അപ്പോൾ 11:30 നമ്മുടെ മനസ്സമ്മതം. 11:20 പള്ളിയുടെ മുൻവശത്ത് കായലുണ്ടോ? കായല പുഴയല്ലേ ഇത്? പുഴ
വെയിലില്ലായിരുന്നെങ്കിൽ അവിടെ മൊത്തം മരങ്ങളുണ്ട് മുന്നില്. ആ ശരിയാ, അവിടെ മരണ്ട്. റോസ്മേരിയുടെ വീട്ടുകാരും എത്തി തുടങ്ങി. അപ്പം ഞാൻ ആൽഫ്രഡ് പോയി പെണ്ണിനെ വണ്ടിയിൽ നിന്ന് ഇറക്കുമായിരിക്കും. ചെക്കൻ്റെ വീട്ടുകാരെല്ലാവരും ഇവിടെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. പ്രിയ സഹോദരരെ, എല്ലായ്പ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകാൻ ഒരുങ്ങുന്ന ക്രൈസ്തവ യുവാക്കൾ അതിനായി പരസ്പര സമ്മതം നൽകുന്ന ഈ അവസരത്തിൽ ഇവരുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഇവർ പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും വളരുന്നതിനും പ്രാർത്ഥനയിലും ഹൃദയ ഐക്യത്തിലും തങ്ങളെ തന്നെ വിവാഹത്തിനായി ഒരുക്കുന്നതിനും അങ്ങനെ പരിശുദ്ധിയോടും ഭക്തതയോടും കൂടെ വിവാഹ ദിനത്തെ സമീപിക്കുന്നതിനും ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം. നിങ്ങളുടെ പ്രതിശ്രുത വധുവായി സ്വീകരിക്കുവാൻ സമ്മതമാണ്. റോസ്മേരി നിൽക്കുന്ന ആൽഫ്രഡിനെ നിങ്ങളുടെ പ്രതിശ്രുത വരനായി സ്വീകരിക്കാൻ സമ്മതമാണ്. 2024 സെപ്റ്റംബർ മാസം 7-ാം തീയതി ശനിയാഴ്ചയായിരുന്നു തിരുഞ്ഞാലക്കുട രൂപത പഴുക്കര സെന്റ് ജോസഫ് പള്ളിയുടെ കഞ്ചിക്കൽ ജോബിന്റെയും ജെയ്സിയുടെയും മകൻ ജോസഫ് ആൽഫ്രഡ്, ഈ രൂപത കല്ലിങ്കൽ സോജന്റെയും ഡാനിയുടെ മകൾ റോസ്മേരിയും തമ്മിൽ ഉഭയസമ്മതപ്രകാരം തിരുസഭാനിയമമനുസരിച്ച് യഥാകാല വിവാഹം ചെയ്തു കൊള്ളാമെന്ന് കുടുംബത്തിലേക്ക് സെന്റ് ജോസഫ് പള്ളി വികാരിയായ എൻ്റെ മുമ്പാകെ സുമനസായ വിവാഹ വാഗ്ദാനം ചെയ്തു. ഞങ്ങളെ വസിച്ച് നിങ്ങളുടെ മാർഗങ്ങൾ തെളിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളെ തന്റെ സ്നേഹത്തിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഇവിടെ ഒരു ഔസപിതാവ് നിൽക്കുന്നുണ്ട്, അടിയിലൊരു ഔസപിതാവ് ഉറങ്ങുന്നുണ്ട്. അപ്പം മിടുവിൻ്റെ ചേച്ചിമാരൊക്കെ നിന്ന് മിടു വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. ലിനി ചേച്ചി, മിലി ചേച്ചി. ഇത് അമ്മയായിരുന്നോ? കണ്ടിട്ട് ചേച്ചി എന്ന് വിചാരിച്ചത്. അമ്മേനെ കണ്ടിട്ട് മനസ്സിലാവണില്ല എന്തായിട്ടും. അമ്മ വേറൊരു ലുക്ക്. ഇങ്ങോട്ട് നോക്കിയമ്മ. ചേടാ അമ്മായിമ്മ ഒന്നും പറയില്ല. കണ്ട ചെക്കൻ്റെ ചേച്ചി. പള്ളിയുടെ മുന്നിൽ പുഴ, ഇപ്പുറത്ത് ഹോള്. റോസ്മേരി സോജൻ. ഇതെന്തായിരുന്നു?
പൈനാപ്പിൾ, ഫ്രഷ് ലൈം, ഫ്രഷ് ലൈം. അറിയാം ജിതിൻ പറയട്ടെ പരിചയപ്പെടുത്തരും വിടൂ. അതെല്ലാരും പരിചയപ്പെടുത്തണ്ടേ? ഇത് നമ്മുടെ അവിടെ വന്ന ആൾക്കാരല്ലല്ലോ. അതിലുള്ളവരൊക്കെ ഇത് നമ്മുടെ ജിതി, നമ്മുടെ ജസ്സി ചേട്ടൻ. ആരാന്ന് പറയണോ? ജാസ്മി, ഒരെണ്ണം പോയോ? ആനക്കുട്ടി, സൂര്യ, സോണച്ച്, ഹാജർ പറയും. നമ്മുടെ ആൽവി, ഇത് നമ്മുടെ അങ്കിളട്ടെ, ഫ്രാൻസി. പരിചയപ്പെടുത്തി ആരാണെന്നൊക്കെ നിങ്ങൾ പഴയ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് ആണ്. നമ്മൾ അല്ലെങ്കിൽ ഓരോരുത്തരെ പറയണ്ടേ. ഞാൻ മേടിച്ചോ? ഇപ്പൊ തരാം. മനസ്സമ്മതം കഴിഞ്ഞെങ്കിലും ഇവിടുത്തെ വീഡിയോ ഷൂട്ടും ഫോട്ടോഷൂട്ടൊന്നും കഴിയാത്തതുകൊണ്ട് ചെക്കനും പെണ്ണുള്ളിൽ തന്നെയാണ്. അപ്പൊ ഇനി ചെക്കനെയും പെണ്ണിനെയും ഹോളിലേക്ക് കയറ്റാൻ പോണ്. ശകലം വഴി കൊടുക്കണേ, ഇവരില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ട് കാര്യമാണ്. എടാ मनाओ, वेडिंग दी पार्टी इधर जमाओ, रिश्ते नाते दोस्त मोहल्ला आज की रात सबको बुलाओ, ऑन द हाई क्रॉस फ्लोर पे आओ, डिस्को छोड़ो गिद्दा पाओ, दारू शारू keep it flowing, वेडिंग दी पार्टी इधर जमाओ. സ്നേഹിതരുടെയും ബന്ധുക്കളുടെയും നാട്ടിൽ പ്രവേശിക്കുമ്പോഴും ഇവർക്ക് എന്നും താങ്ങായി തണലായി നമ്മളെല്ലാവരും ഉണ്ടാകും എന്നുള്ള ഉറപ്പ് കൊടുക്കാനും ഈ നവവധൂവരന്മാരെ അനുഗ്രഹിക്കാനുമാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്, അല്ലേ? ആണെങ്കിലും നല്ല കാര്യങ്ങളെ നമുക്ക് വളരെ സ്നേഹത്തോടെ നിറഞ്ഞ കയ്യടികളോടെ ഇവരുടെ പാരൻസിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. Sunny, husband Sunny to മകൾ ഗ്രേസ് സണ്ണി ആൻഡ് സ്റ്റീവ് സണ്ണി, ഇളയ സഹോദരൻ ഇമ്മാനുവൽ എന്നിവരെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
बढ़ाती मेरी हवा उड़ा दी कह डालूं तुझे सीधी बात में चल मेरे संग बाहर खड़ी में कैची बैंड ले आओ जश्न मनाओ वेडिंग दी पार्टी इधर जमाओ रिश्ते नाते दोस्त मोहल्ला आज की रात इन सबको बुलाओ ऑन द हार्ड क्रॉस फ्लोर पे आओ डिस्को छोड़ो गिद्दा पाओ दारू शारू keep it flowing वेडिंग दी पार्टी इधर जमाओ बन्नू के हाथों में आज मेहंदी रची है बाबुल के आंगन में आज खुशियां सजी है बन्नू के हाथों में आज मेहंदी रची है बाबुल के आंगन में आज बन्नू के हाथों में आज मेहंदी रची है बाबुल के आंगन में आज खुशियां सजी है बन्नू के हाथों में आज मेहंदी रची है बाबुल के आंगन में आज खुशियां सजी है बैंड ले आओ जश्न मनाओ वेडिंग दी पार्टी इधर जमाओ रिश्ते नाते दोस्त मोहल्ला आज की रात इन सबको बुलाओ ऑन द हार्ड क्रॉस फ्लोर पे आओ डिस्को छोड़ो गिद्दा पाओ दारू शारू keep it flowing वेडिंग दी पार्टी इधर जमाओ बन्नू के हाथों में आज मेहंदी रची है बाबुल के आंगन में आज खुशियां सजी है बन्नू के हाथों में आज मेहंदी रची है बाबुल के आंगन में आज खुशियां सजी है स्वीट स्टाइल रानी आग लगाती दिलों की तू रफ्तार बढ़ाती हंटेड फैशन वीक में तेरी चर्चे ये तो बता तू क्या है खाती कंट्रोल से आगे कंट्रोल ना होता तूने मेरी हवा उड़ा दी कह डालूं तुझे सीधी बात में चल मेरे संग बाहर खड़ी में कैसी जश्न मनाओ वेडिंग दी पार्टी इधर जमाओ रिश्ते नाते दोस्त मोहल्ला आज की रात इन सबको बुलाओ ऑन द हार्ड क्रॉस फ्लोर पे आओ डिस्को छोड़ो गिद्दा पाओ दारू शारू keep it flowing वेडिंग दी पार्टी इधर जमाओ बन्नू के हाथों में आज मेहंदी रची है बाबुल के आंगन में आज खुशियां सजी है बन्नू के हाथों में आज मेहंदी रची है बाबुल के आंगन में आज खुशियां सजी है बन्नू के हाथों में आज मेहंदी रची है बाबुल के आंगन में आज खुशियां सजी है बन्नू के हाथों में आज मेहंदी रची है बाबुल के आंगन में आज खुशियां सजी है बैंड ले आओ जश्न मनाओ वेडिंग दी पार्टी इधर जमाओ रिश्ते नाते दोस्त मोहल्ला आज की रात इन सबको बुलाओ ऑन द ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കലാണ് അപ്പം ഞാൻ സ്റ്റീവിനെയും കൊണ്ട് ഒന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാ അല്ലേടെ ചെക്ക ഞാൻ പുഴയും വെള്ളമൊക്കെ കാണാനായിട്ട് ഇങ്ങനെ നടക്കാണ് മുസരീസ് പുഴയോരം റോഡിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ നടക്കണേ ഈ കാണുന്ന റോഡാണ് മുസരീസ് പുഴയോരം റോഡ് നല്ല രസമുണ്ട് നല്ല വ്യൂ ഇവിടെ എപ്പോഴും ഫോട്ടോഷൂട്ട് തന്നെയുണ്ട് ഇവര്
കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അവരുടെ വീട്ടിലേക്ക് പോകാൻ പോകണ്ടോ? അപ്പം അങ്ങനെ അതേ ഞങ്ങള് റോസ്മേരിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടാ. ഇനി ഇവിടുന്ന് ബൈ ബൈ പറഞ്ഞ് പോവും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇതാണ് റോസ്മേരിയുടെ വീട്. അപ്പം ഇനി ഇവിടെ പെണ്ണും ചെക്കനോടി ഉള്ളിലൊക്കെ കയറി പെണ്ണിനിവിടെ ആക്കിയിട്ടാണ് ഞങ്ങൾ ചെക്കൻ വീട്ടുകാർ ഇവിടുന്ന് പോവാം. അപ്പോൾ അവർ വണ്ടിയുടെ ഉള്ളിലുണ്ട്, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അവരോട് റെഡി ആയി കഴിയുമ്പോൾ വിളിക്കും. ഇറങ്ങാം, സ്പേസ് ഉണ്ട്. സ്റ്റെപ്പ് കയറുന്നോ? ഇവരെ വസിക്കുന്നവരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതീക്ഷിക്കുന്നു. ഒരുമിച്ച് കൊടുത്തോ, രണ്ടുപേരും അടിച്ചോടാ. അപ്പോൾ ജസ്മിൻ ജാസ്മിൻ ടീം ഇത് ഇവിടെ നിന്ന് പോവായിരിക്കുന്നു. അപ്പോൾ എല്ലാവരും തിരിച്ച് പോവാണ്. പോട്ടെ 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 എടാ പോടാ. പോയി പോയി അപ്പുറത്തെ ആ വഴിയിൽ. ഗ്രേസി വണ്ടിയിൽ പോണേ. അപ്പൊ ടാറ്റ ബൈ ബൈ. ഞങ്ങൾ വരാം ചെക്കനെയും കൊണ്ട്. അപ്പം മനസ്സമ്മതൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോയി. ഞങ്ങളപ്പോൾ ചെക്കനെയും പെണ്ണിനെയും കൊണ്ട് ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട്. എൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ഉഷു. സ്ഥലത്തിൻ്റെ പേര് മറന്നു. എന്നിട്ടായാലും നമ്മുടെ സാൻഡ്രോ ഉണ്ടല്ലോ പുതിയത്, അതിൻ്റെയൊക്കെ ആടൊക്കെ ചെയ്ത് ഷൂട്ടൊക്കെ ചെയ്തേക്കുന്ന സ്ഥലം ഉണ്ടാവും. നല്ല സ്ഥലമാണ്. അപ്പോൾ അവിടെ അവരുടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വേണ്ടി എന്താണ് അവരെ വൈക്കോടെ നടന്നുകൊണ്ടിരിക്കുന്നു. ക്യാമറമാന്മാർ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് താഴഞ്ചിറ എന്നുണ്ടോ. താഴഞ്ചിറ, പുത്തൻവേലിക്കരയുടെ അടുത്തുള്ള താഴഞ്ചിറ. അടിപൊളി സ്ഥലം ഉണ്ടോ. ഈ ഏരിയയിലുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അങ്ങനെ സ്റ്റീവന്റെ ഡ്രസ്സ് പോരി. ഇപ്പൊ സ്റ്റീവനൊരു സമാധാനായി.
അത്ര കട്ടിണ്ടല്ലോ, പക്ഷെ ഫുൾ കൈ ആയതുകൊണ്ടേ ചൂടെടുക്കണ്ടോ? നല്ല ചൂട് എടുക്കണ്ട. പക്ഷെ നല്ല കാറ്റ് വന്നു തുടങ്ങിയിട്ട് ഇനി കൊടയുടെ ആവശ്യമില്ല കേട്ടോ. വെയിലൊക്കെ പോയി കഴിഞ്ഞു. 4 മണി കഴിഞ്ഞില്ലേ? 4 മണി കഴിഞ്ഞു. രാവിലെ ഇറങ്ങിയാണല്ലേ. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് റോസിനൊക്കെ ഇവിടെ ആക്കി ഞങ്ങളിത് തിരിച്ചു പോവാണ്. മനസ്സമ്മതം ഇതോടുകൂടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോണ്. ഇനി ചെക്കൻ്റെ വീട്ടിലത്തെ പരിപാടികളാണ് ഇനി അടുത്തത്. അത് ഇനി എത്രാം തീയതി? ഇനി 10ാം തീയതി. 10ാം തീയതിയാണ്. തലേ ദിവസം കല്യാണം ഒക്കെ വരാൻ പോണു. എടാ സീറ്റ് പറ്റിട്ടില്ല. വീഡിയോ അവസാനിപ്പിക്കാണ്. ബാക്കി വിശേഷങ്ങളുടെ അടുത്ത വീഡിയോ കാണാം. വളരെയധികം ക്ഷീണിതയായിട്ടുണ്ട് ഞാൻ. സ്റ്റീവും ഉറക്കം കൂടെ ശരിയായിട്ടില്ല. എല്ലാവരും വരെ ക്ഷീണത്തിലായി. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.